الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നാം റമദാൻ മാസത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ റമദാനിനെ സംബന്ധിച്ച്, റമദാനിൻ്റെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച്, റമദാനിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. റമദാൻ മാസം മുഴുവനും നമുക്ക് റമദാനുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വെള്ളിയാഴ്ചകളിൽ അത് വിശദമായി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് അനുവദിച്ചു നൽകിയ ഒരു പുണ്യകാലമാണ് റമദാൻ മാസം. എല്ലാ പ്രവാചകന്മാരുടെയും സമൂഹത്തിന് അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാലവും രൂപവും വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രം. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, സൂറത്തുൽ ബഖറയിലെ 183 ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇതിൻ്റെ ആശയം, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വ്രതാനുഷ്ഠാനം നിയമമാക്കപ്പെട്ട പോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിയമമാക്കിയിരിക്കുന്നു, നിങ്ങൾ സൂക്ഷ്മശാലികളായി ജീവിക്കാൻ എന്നാണ്. രണ്ട് കാര്യമാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന്, നോമ്പ് ഒരു പുതിയ ആരാധനയല്ല, മുൻ സമുദായങ്ങൾക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കുക എന്നതാണ് ഈ നോമ്പ് കൊണ്ട് നേടിയെടുക്കാനുള്ള കാര്യം എന്നാണ്. റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം, ഇദാ ജാഅ റമദാനു ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുദിഫത്തി ഷയാത്തീൻ വഫീ റിവായ വസുൽസിലത്തി ഷയാത്തീൻ. ഈ ഹദീസിൽ പറയുന്നത്, റമദാൻ വന്നാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും, നരകത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടും, പിശാചുക്കളെ ബന്ധിക്കപ്പെടുകയും ചെയ്യും എന്നാണ്. ഈ മൂന്ന് കാര്യം നോക്കിയാലും നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. സ്വർഗ കവാടങ്ങൾ തുറന്നു വെക്കുക, നരകത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുക, പിശാചുക്കളെ ബന്ധനസ്ഥരാക്കുക. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ ഹദീസിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനത്തിൽ രണ്ട് തരം അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതുതന്നെയാണ് എന്ന് പറഞ്ഞാൽ, സ്വർഗ കവാടങ്ങൾ തുറന്നു വെക്കും, നരകത്തിൻ്റെ കവാടങ്ങൾ അടച്ചിടും, പിശാചുക്കളെ ബന്ധനസ്ഥരാക്കും. രണ്ടാമത്തെ ഒരർത്ഥം, അതിൻ്റെ ഒരു ആലങ്കാരികമായ ആശയമായിട്ട് പറഞ്ഞത്,
റമദാൻ മാസമായാൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികൾ അങ്ങനെ തുറന്നു കിടക്കും. പുണ്യകർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം, നമുക്ക് പുണ്യകർമ്മം ചെയ്യാനുള്ള അവസരം. അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പ്രചോദനം, നരകത്തിലേക്ക് എത്തുന്ന വഴികൾ തടയപ്പെടുക എന്നത്, മനുഷ്യനെ ചീത്തയിലേക്ക് പ്രവേശിപ്പിക്കുന്ന പൈശാചിക ശക്തികളിൽ നിന്ന് മനുഷ്യന് ഒരു മോചനം കിട്ടുന്ന അവസ്ഥയും ഉണ്ടാകും എന്ന്. ഏതായാലും നമുക്ക് ഇത് വലിയ അനുഗ്രഹമുള്ള ഒരു കാലമാണ് എന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് അളല്ലക്കും ഷഹറുൻ മുബാറക്, ഖദ് അളല്ലക്കും ഷഹറുൻ മുബാറക്, മുബാറക്കായ അനുഗ്രഹീതമായ ഒരു മാസം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. ആ മാസത്തിന്റെ പ്രത്യേകതയായി പറഞ്ഞത് ഫീഹി ലൈലത്തുൻ മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ പുണ്യമായ ഒരു രാത്രിയുണ്ട്, ലൈലത്തുൽ ഖദ്റാണത്. ഫറളല്ലാഹു സിയാമഹു വജഅല ഖിയാമൻ ലൈലി ഖിയാമ ലൈലിഹി തതവ്വുഅ, അന്ന് നിങ്ങൾക്ക് അല്ലാഹു തആല ഈ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്, രാത്രി നമസ്കാരങ്ങൾ പുണ്യമാക്കിയിട്ടുണ്ട്. ഫമൻ തതവ്വഅ ഫീഹി ഖസീലത്തൻ ബിഖസ്ലത്തിൻ മിനൽ ഖൈരി കാന ലഹു കമൻ അദ്ദ ഫരീളത്തൻ, ഒരാൾ ആ കാലത്ത് ഒരു നല്ല കാര്യം ചെയ്താൽ അവന് ഒരു നിർബന്ധ കാര്യം ചെയ്ത പുണ്യമുണ്ടാകും, ഫീമാ ശിവാഹു, മറ്റുള്ളതിനേക്കാൾ. അതുപോലെ തന്നെ വമൻ അദ്ദ ഫരീളത്തൻ കാന കമൻ അദ്ദ 70 ഫരീള, ഒരു നിർബന്ധ കാര്യം ചെയ്താൽ 70 നിർബന്ധ കാര്യങ്ങൾ ചെയ്ത പുണ്യമുണ്ടാകും. ഫഹുവ ഷഹ്റു സബ്ർ, ക്ഷമയുടെ മാസമാണത്. വസ്സബ്റു ജസാഉഹുൽ ജന്ന, ക്ഷമയ്ക്ക് അല്ലാഹു തആല സബ്റിന് നൽകുന്നത് സ്വർഗമാണ്. ഇതൊക്കെ റമദാനിന്റെ പ്രത്യേകതകളും പ്രാധാന്യവും നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് റമദാനിന് വലിയ ആവേശകരമായ ഒരു സ്വീകരണം, സ്വാഗതം നൽകുന്ന പോലെയാണ് അവരതിനെ കാണുന്നത്. പണ്ട് മുതലേ അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ ഈയിടെയായിട്ട് അതിൻ്റെ രൂപം മാറി വരുന്നു. നമ്മൾ കരുതേണ്ട ഒരു സംഗതിയാണ്. റമദാൻ മാസം ഇബാദത്തിനുള്ള മാസമാണ്, പെരുന്നാൾ ദിവസം ആഘോഷിക്കാനുള്ളതാണ്. റമദാൻ മാസത്തെ ആഘോഷമാക്കി മാറ്റുന്നു ഇപ്പോൾ എന്നതാണ് അതിലുള്ള ഒരു പ്രയാസം. റമദാനിൽ ചെയ്യേണ്ടത് നോമ്പെടുക്കുക, ധാരാളമായി ആരാധനകൾ നടത്തുക, കൂടുതലായി പള്ളിയിൽ ചെന്നിരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, മനസ്സിനെ നന്നാക്കിയെടുക്കുക, ഇതൊക്കെ റമദാനിൻ്റെ കാര്യങ്ങളാണ്. പെരുന്നാളോ, പെരുന്നാള് പുതിയ വസ്ത്രം ധരിക്കുക, നല്ല ഭക്ഷണം ഉണ്ടാക്കുക, അതുപോലെ തന്നെ വിനോദങ്ങളിൽ ഏർപ്പെടുക ഹലാലായ നിലക്ക്, ഇതൊക്കെ പെരുന്നാളിനാണ്. ഇപ്പൊ തുടങ്ങി നിങ്ങൾ നോക്കൂ, റമദാൻ ഓഫറുകൾ, റമദാനുമായി ഒരു ബന്ധവുമില്ലാത്ത സാധനങ്ങളുടെ വിൽപ്പനയ്ക്ക് റമദാൻ ഓഫറുകൾ. അതുപോലെ ഇഫ്താർ ആഘോഷങ്ങൾ. ഇഫ്താർ നല്ലതാണ്. പാവങ്ങൾ, സാധാരണക്കാർ, ഇനി പാവങ്ങളല്ലെങ്കിലും നോമ്പെടുത്ത ആളുകൾ എല്ലാവർക്കും ഇഫ്താറിന് ഫുഡ് കൊടുക്കുന്നത് പുണ്യമാണ്. ഒരാൾ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ അയാൾ നോമ്പെടുത്തതിന് തുല്യമായ ഒരു പ്രതിഫലം ഉണ്ടാകും എന്നാണ്. പക്ഷെ അതെന്തായി? അതിങ്ങനെ ഇഫ്താർ ആഘോഷങ്ങളായി മാറുകയും അതിൻ്റെ ആരാധനാഭാവം നഷ്ടപ്പെടുകയും ചില ആളുകൾക്കെങ്കിലും മഗ്രിബും ഇശാവും തറാവിയും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് ആയി മാറുന്നു. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. റമദാൻ ആരാധനക്കാണ്. ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ച് റമദാൻ നമ്മൾ അനുഭവിക്കുകയും ചെയ്യണം. പെരുന്നാൾ ആഘോഷമായി നമുക്ക് ആഘോഷിക്കുകയും ചെയ്യാം. ഇനി ഈ നോമ്പിൻ്റെ ചില നിയമങ്ങളെ പറ്റി പറയാം. നോമ്പ് എല്ലാ കർമ്മങ്ങളെയും പോലെ നോമ്പെടുക്കുന്നതിന് നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളും നിയ്യത്ത് കൊണ്ടാണ് സ്വീകരിക്കപ്പെടുക. അത് രൂപമുണ്ടായാൽ പോരാ. ഇപ്പൊ നമസ്കരിക്കുന്ന സുജൂദിൽ കിടക്കുന്ന രൂപത്തിൽ ഒരാൾ വെറുതെ അങ്ങനെ കിടന്നാൽ സുജൂദിന്റെ കൂലിയാവില്ല. അതുപോലെ തന്നെ ഒരു ദിവസം മുഴുവൻ ഒരാൾ പട്ടിണി കിടന്നാൽ നോമ്പിന്റെ പ്രതിഫലം അതിനുണ്ടാവില്ല. അതിന് നിയ്യത്ത് വേണം. ഫർള് നോമ്പുകൾക്ക് രാത്രിയിൽ നിയ്യത്ത് ചെയ്യണം. നാളത്തെ നോമ്പിനെ ഞാൻ നോൽക്കും എന്ന് കരുതണം, സുബഹിക്ക് മുമ്പായിട്ട്. സുന്നത്ത് നോമ്പുകൾക്ക് നേരം വെളുത്ത ശേഷവും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിന് നോമ്പ് തീരുമാനിക്കാം. അത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്.
അപ്പൊ ഒന്നാമത്തെ വിഷയം നോമ്പ് നമ്മൾ നിയ്യത്താക്കണം എന്നതാണ്. നോമ്പ് നിയ്യത്താക്കുന്നത് എല്ലാ ദിവസത്തിനും കൂടി ഒന്നിച്ച് നിയ്യത്താക്കിയാൽ മതിയോ, പോരെയോ? ഓരോ ദിവസവും നാളെ ഞാൻ നോമ്പെടുക്കുമ്പോൾ നിയ്യത്താക്കണമോ? എല്ലാ ദിവസവും ഓരോ ദിവസവും നാളത്തെ നോമ്പ് നോൽക്കുമെന്ന് നിയ്യത്താക്കണം എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. എന്നാൽ ചില പണ്ഡിതന്മാർ ഈ റമളാൻ മാസം നമുക്ക് ഒന്നിച്ചുള്ള ഒരു ഇബാദത്തായതുകൊണ്ട് ഒന്നിച്ച് ഈ റമളാൻ മാസം നാം നോമ്പെടുക്കും എന്ന് നിയ്യത്താക്കിയാൽ മതി, ഇടക്ക് നോമ്പില്ലാതായി പോയാൽ പിന്നീട് അത് വീണ്ടും നിയ്യത്താക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിയ്യത്ത് നമ്മുടെ മനസ്സിൽ കരുതണം, നോമ്പിനെ ഉദ്ദേശിക്കണം, അപ്പോഴാണ് അത് നിയ്യത്തായി തീരുക. അത് ഹദീസുകളിൽ വന്നതാണ്. മല്ലം യുബയ്യിത്ത് സിയാമ ഖബ്ല തുലൂഇൽ ഫജ്ർ ഫലാ സിയാമ ലഹു. അതായത് ഫജ്റിന്റെ മുമ്പായിട്ട് നിയ്യത്ത് ആക്കാത്ത ആളുകൾക്ക് നോമ്പുണ്ടാവുന്നതല്ല എന്ന് ആണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നോമ്പുണ്ടാകണമെങ്കിൽ നേരത്തെ നിയ്യത്തുണ്ടാവണം എന്നതാണ്. പിന്നെ നോമ്പിൻ്റെ വിധിവിലക്കുകൾ പറയുന്നത് ഞാൻ നേരത്തെ ഓതിയ സൂറത്തുൽ ബഖറയിൽ, പിന്നീട് പറയുന്നത്, അതിന് ശേഷം പറയുന്നത് വമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നോമ്പെടുക്കാനുള്ള കൽപ്പനയ്ക്ക് ശേഷം പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണ് അല്ലെങ്കിൽ സഫറിലാണ്, യാത്രയിലാണ് എങ്കിൽ ആ നോമ്പ് പിന്നീടുള്ള ദിവസങ്ങളിൽ നോറ്റു വീട്ടണം. നമുക്ക് ഹലാലായ യാത്ര, ആ യാത്രയിൽ നോമ്പ് നഷ്ടപ്പെടുത്താം, നോമ്പ് ഒഴിവാവാം. അത് നോമ്പ് നോക്കലാണോ ഒഴിവാക്കലാണോ പുണ്യം, അത് രണ്ടും പറഞ്ഞ ആളുകളുണ്ട്. കഴിയുന്ന ആളുകൾക്ക് നോമ്പെടുക്കാം, ഇനി നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോമ്പെടുക്കാതെയും ഇരിക്കാം. അത് ഏതാണ് കൂടുതൽ പുണ്യം എന്നതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് തീരുമാനിക്കുകയും ചെയ്യാവുന്നതാണ്. എന്നിട്ട് പറഞ്ഞു വമല്ലം വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. വളരെ പ്രയാസപ്പെട്ട് ക്ലേശിച്ചു മാത്രം നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകളെ അവർക്ക് നോമ്പ് ഒഴിവാക്കാം, എന്നിട്ട് ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കാം. വമൻ തതവ ഖൈറൻ ഫഹുവ ഖൈറൻ ലഹു വഅൻ തസൂമു ഖൈറുൻ ലക്കും. ഏതൊരാൾ കൂടുതൽ പുണ്യം ചെയ്യുന്നുവോ അതാണ് അവന് പുണ്യം, നോമ്പെടുക്കൽ തന്നെയാണ് അവന് ഖൈർ. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്കറിയാമെങ്കിൽ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. ഇത് സൂറത്ത് ബഖറയിലെ അടുത്ത ആയത്ത് 184 ആയത്താണ്. ഇതിൻ്റെ ആശയം ഇതാണ്. ഇസ്ലാം വളരെ പ്രായോഗികമാണ്. മനുഷ്യന്റെ ആരോഗ്യവും ശരീരവും ഒക്കെ അറിയുന്ന അള്ളാഹുവാണ് ഈ നിയമം പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ദീനിൽ നിർബന്ധമായിട്ടുണ്ടാവില്ല. ഇപ്പൊ റമളാനിൽ എല്ലാവരും നോമ്പെടുക്കണം. ആരൊക്കെ നോമ്പെടുക്കേണ്ടത്? അത് ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ വെച്ച് ഉലമാക്കൾ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത് വാജിബുൻ, ആർക്കൊക്കെ? അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ ആഖിലിൻ ഖാദിരിൻ മുഖീമിൻ ഖാലിൻ മിനൽ മവാനി കൽ ഹൈളി വൻ നിഫാസ്. ഇവരൊക്കെ നോമ്പെടുക്കണം എന്നാ. ആരൊക്കെ? മുസ്ലിമായ എല്ലാ ആളുകളും, ബാലിഗായ പ്രായപൂർത്തി എത്തിയ ആളുകളൊക്കെ നോമ്പെടുക്കണം. അതിനു മുമ്പ് കുട്ടികളെ നോമ്പെടുപ്പിച്ച് പരിശീലിപ്പിക്കൽ നല്ലതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്, സഹാബത്ത് ചെയ്തതുമാണ്. അതായത് നമ്മൾ ഒരു പ്രായപൂർത്തിയായി വലുതായ ശേഷം നോമ്പെടുക്കാനും നിസ്കരിക്കാനെന്നും പറഞ്ഞാൽ കുട്ടികൾക്കത് ശീലമാക്കാൻ കഴിയില്ല. ചെറുപ്പത്തിലെ നമുക്ക് അടുപ്പിക്കാം. പക്ഷെ വാജിബാകുന്നത് ബാലിഗായ ആൾക്കാണ്, ആഖിലിൻ ബുദ്ധിയുള്ള ആൾക്ക്. മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന സമനില തെറ്റിപ്പോയ ആളുകൾക്ക് നോമ്പെടുക്കേണ്ടതില്ല, ഒരു ഇബാദത്തും ചെയ്യേണ്ടതില്ല. അതുപോലെ ഖാദിരിൻ സാധിക്കുന്നവർക്ക്, ആ സാധിക്കുക എന്നതിൽ ആരോഗ്യമാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ യാത്ര നാട്ടിലുണ്ടാവുക, മുഖയും നാട്ടിൽ താമസിക്കുന്ന അവസ്ഥയിൽ അവർ ഖാദിറായ ആളുകൾ. ഖാലിൻ മിനൽ മവാനി, നോമ്പെടുക്കാനുള്ള തടസ്സങ്ങളില്ലാത്ത ആളുകൾ. അതിന് ഉദാഹരണം പറഞ്ഞത് കൽ ഹൈളി വൻ നിഫാസ് എന്നാണ്. സ്ത്രീകളുടെ ആർത്തവകാലം, പ്രസവരക്തമുള്ള കാലം, ഇവരൊക്കെ നോമ്പെടുക്കണം. പിന്നെ ഈ നോമ്പെടുക്കുന്നതിൽ ഫിദിയ കൊടുക്കാൻ പറഞ്ഞല്ലോ നോമ്പെടുക്കാത്ത ആളുകൾക്ക്. ആ ഫിദിയ കൊടുക്കുന്നത് എത്ര കൊടുക്കണം? ഖുർആൻ പറഞ്ഞത് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. ഫിദിയ കൊടുക്കണം മിസ്കീന് ഭക്ഷണമായിട്ട്. പാവങ്ങൾക്കാണ് അത് കൊടുക്കേണ്ടത്. മിസ്കീൻ, ഫക്കീർ, മിസ്കീൻ രണ്ടും അഗതികളും പാവങ്ങളുമാണ്. അതിന് ചില അർത്ഥങ്ങൾ പറഞ്ഞത് ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ആള്, മിസ്കീൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ മതിയാവാത്ത ആള്.
ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പാവങ്ങൾ അധികവും മിസ്കിന്മാരാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കണം. അത് എത്ര കൊടുക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത്ര അളവ് കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്ന ആ ആയത്തിന്റെ വിശദീകരണമായി ഒരു മിസ്കീന്റെ ഭക്ഷണം, ആ തആം എന്ന് പറഞ്ഞാൽ നാട്ടിലെ പ്രധാന ഭക്ഷണം എന്നൊക്കെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതിനാണ് ഫിഖ്ഹി കിതാബുകളിലൊക്കെ മുദ്ദ് കൊടുക്കുക എന്ന് പറയുന്നത്. മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു കൈകൊണ്ട് വാരിയാൽ കിട്ടുന്ന അത്ര അളവ് എന്നാണ്. അത് നമ്മൾ പെരുന്നാളിന് ഫിത്ർ സക്കാത്ത് കൊടുക്കൂലേ, 4 മുദ്ദ് ഒരു സാഹ് എന്ന് പറയുന്ന, അപ്പോൾ ഒരു 1/4 കിലോയിലധികം ഉണ്ടാകും. ആ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അരിയാണ്. എന്നാൽ പല സഹാബിമാരും ഈ ഭക്ഷണം കൊടുത്തിരുന്നത് ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് ഒരു മിസ്കീന് വയറു നിറയെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഈ പ്രധാന ഭക്ഷണം അരിയാണെങ്കിൽ അരി, അതിനനുബന്ധമായ കറി സംഗതികളൊക്കെ ഉണ്ടാവാം. അതായിരിക്കും കൂടുതൽ നല്ലത്. അത് പണമായി മാത്രം നൽകരുത് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. കാരണം മറ്റാവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ നമുക്കിപ്പോൾ ഇവിടെ എളുപ്പമുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ ഒരു മനുഷ്യൻ ഒരു നേരത്തെ വയറ് നിറച്ച് ഭക്ഷണം, അതും മിതമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ വില കൂടിയതാവേണ്ട, ഏറ്റവും താന്നതും ആയി പോകണ്ട, അങ്ങനത്തെ ഭക്ഷണം, അരിയും കറി വെക്കാനുള്ള സാധനങ്ങളും എല്ലാം വെച്ചുകൊണ്ടൊരു കിറ്റ് കൊടുത്താൽ അത് ഈ ഉദ്ദേശത്തിലേക്ക് തന്നെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. അത് ഒരാളെ ഒരു മാസത്തെ നോമ്പ് വിട്ടുപോയാൽ ഒരേ മിസ്കീന് 30 ദിവസത്തെ ഭക്ഷണം കൊടുക്കാം, 30 മിസ്കീന് ഓരോ ദിവസത്തെ ഭക്ഷണം കൊടുക്കാം. അത് എങ്ങനെയും ആവുന്നതുകൊണ്ട് യാതൊരു വിരോധവുമില്ല. ഇപ്പോൾ 5 മിസ്കിന്മാർക്ക് 6 ദിവസത്തെ ഭക്ഷണം കൊടുക്കാം. അങ്ങനെയൊക്കെ ഈ 30 ദിവസത്തെ ഭക്ഷണം അവർക്ക് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ റമദാനിൻ്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വിഷയം, ഈ അലല്ലദീന യുത്തീഖൂനഹു എന്നതിലേക്ക് വളരെ പ്രയാസപ്പെട്ട് മാത്രമേ നോമ്പെടുക്കാൻ കഴിയൂ എന്നവരിലേക്ക് പല പണ്ഡിതന്മാരും ഗർഭിണികളായ സ്ത്രീകളെയും അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളെയും അവർക്ക് നോമ്പെടുക്കുക പ്രയാസമാണെങ്കിൽ, അല്ലെങ്കിൽ നോമ്പെടുക്കുന്നത് പ്രയാസമാണ് എന്ന് വിശ്വസിക്കപ്പെടാവുന്ന ഒരു ഡോക്ടർ പറഞ്ഞതാണെങ്കിൽ അവർക്കും ഇങ്ങനെ നോമ്പ് ഉപേക്ഷിക്കാം. എന്നിട്ട് അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയുമെങ്കിൽ നോൽക്കാം, നോൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീണ്ടുപോകുമെങ്കിൽ അവർക്കും ഫിദിയ കൊടുത്താൽ മതി എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയാണ് നോമ്പ് സംബന്ധമായിട്ടുള്ള വിധികളിൽ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. ഈ റമദാൻ മാസം നമ്മൾ കാണേണ്ടത്, നമ്മൾ റമദാനിലേക്ക് എത്തുമോ എന്നറിയില്ല. അള്ളാഹു നമുക്ക് ഈ റമദാൻ മാസം സന്തോഷത്തോടെ അനുഭവിക്കാൻ അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. നമ്മൾ റമദാനിലേക്ക് എത്തിയാൽ നാം മനസ്സിലാക്കണം, ഇത് ഒരു പക്ഷേ നമ്മുടെ അവസാനത്തെ റമദാനായിരിക്കുമെന്ന്. അങ്ങനെ കാണണം നമ്മൾ. അപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് അടുത്ത റമദാനിൽ നമുക്ക് നോമ്പൊക്കെ എടുക്കാം, അടുത്ത റമദാനിൽ കുറച്ചാൾക്ക് നോമ്പ് തുറക്കാം, പൈസയൊക്കെ കൊടുക്കാം, അല്ലെ അടുത്ത റമദാനിൽ നമുക്ക് എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യാം. അങ്ങനെ നീട്ടിവെക്കണ്ട. ഈ റമദാനിൽ നമുക്ക് താല്പര്യപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആവേശം നമ്മൾ ഇപ്പോൾ തന്നെ വളർത്തിയെടുക്കണം. അപ്പം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നമ്മളൊരു മാറ്റം വരണം. ആ മാറ്റം വരേണ്ടത് നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ, ദീനീ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന നിലയിലാണ്. ഇപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കാനായാൽ ചിലപ്പോൾ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിലെത്തും. പലപ്പോഴും പല ആളുകൾക്കും ജമാഅത്തിന് വരുമെങ്കിലും ജമാഅത്ത് മുഴുവൻ കിട്ടാറില്ല. അതിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാനും കഴിയാറില്ല. അപ്പം നമ്മളിപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഇന്ന് 12:41 ബാങ്ക്. അപ്പോൾ ഇന്ന് നാളെ ളുഹർ നിസ്കരിക്കാൻ വരുന്ന ഒരാൾ 12:30 എത്തിയാൽ
അവർക്ക് സാവകാശം വുളു ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് സാവകാശത്തിൽ അവർക്ക് ളുഹർ നിസ്കാരം ജമാഅത്ത് മുഴുവനായി കിട്ടും. തക്ബീറത്തുൽ ഇഹ്റാം മുതൽക്ക് അയാൾക്ക് ജമാഅത്ത് കിട്ടും. ഇതുപോലെ ഈ ഒരു മാസം കൊണ്ട് ഖുർആൻ മുഴുവൻ നമ്മൾ ഓതി തീർക്കാൻ നമ്മൾ ആദ്യ ദിവസം തന്നെ പ്ലാൻ ചെയ്യുകയും ആദ്യത്തെ ദിവസം 2 ജുസ് നമ്മൾ ഓതുകയും ചെയ്താൽ, ഇപ്പം നമ്മുടെ തിരക്ക് കൊണ്ടോ യാത്ര കൊണ്ടോ ഒക്കെ ചില ദിവസം മിസ്സായാലോ, നമുക്ക് 30 ദിവസമാകുമ്പോഴേക്കും 30 ജുസ് ഓതി തീർക്കാൻ പറ്റും. ഒരു പക്ഷേ നോമ്പ് 29 ആവുകയാണെങ്കിലും നമുക്ക് നോമ്പ് ഖുർആൻ 30 ജുസ് ഓതി തീർക്കാൻ പറ്റും. അപ്പം ഖുർആൻ ഓതുക എന്നത്, കാരണം ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അത് അതിൻ്റെ ഒരു പ്രധാന സംഗതിയാണ്. അപ്പോൾ ഈ ഖുർആനിൻ്റെ ഒരു വാർഷികവും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ റമളാൻ മാസം. അപ്പം നമ്മൾ റമളാൻ മാസത്തിൽ ഖുർആൻ ഓതണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഖുർആൻ ആദ്യ അവസാനം നമ്മൾ ഓതണം. മറ്റൊന്ന്, നമ്മൾ ഓതുന്ന ഈ ഖുർആനിൽ എന്താ പറഞ്ഞത് അതും നമ്മൾ അറിയണ്ടേ. ഇതിനും പറ്റിയൊരു ടൈമാണ് ഈ റമളാൻ മാസം. ഖുർആൻ നല്ലൊരു പരിഭാഷ വാങ്ങി നമ്മൾ വായന തുടങ്ങുക, നമ്മുടെ വീട്ടിൽ വായിക്കുക, കുടുംബാംഗങ്ങളെ കേൾപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഖുർആൻ മുഴുവനും അർത്ഥം മനസ്സിലാക്കി പോകാനും സാധിക്കും. സക്കാത്ത് കൊടുക്കേണ്ടത് ഇപ്പം നിക്ഷേപങ്ങൾക്ക് കൊല്ലം തികയുമ്പോഴാണ്. നമുക്കറിയാം വരുമാനത്തിൻ്റെ സക്കാത്ത് അങ്ങനെയാണ്. കൃഷിക്ക് കൃഷി വിളവെടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ നിക്ഷേപത്തിൻ്റെ സക്കാത്ത്, കച്ചവടത്തിൻ്റെ സക്കാത്ത്, ഇതൊക്കെ കൊടുക്കാനുണ്ടാവും പല സമയത്ത്. സഹാബിമാർ പലരും അത് റമദാനിലെ പുണ്യവും കൂടി ഉദ്ദേശിച്ച് നേരത്തെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഷവ്വാലിലോ ദുൽഖഅദിലൊക്കെയാണ് ഒരാൾ ബിസിനസ് തുടങ്ങിയെങ്കിൽ അന്ന് കൊടുത്താൽ മതി സക്കാത്ത്. പക്ഷെ പലരും ഒരു ആനുവൽ അതിൻ്റെ കണക്കെടുക്കുന്ന ഒരു ദിനമായിട്ട് അല്ലെങ്കിൽ ഒരു മാസമായിട്ട് റമദാനെ കണക്കാക്കിയിട്ടുണ്ട് സഹാബിമാർ. അങ്ങോട്ട് നീട്ടല്ല, ഇങ്ങോട്ടാക്കിയിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ റമദാനിൽ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ നേരത്തെ അതൊക്കെ കണക്കാക്കാം. ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പണം ശേഖരിച്ച് വെക്കാം. അങ്ങനത്തെ പുണ്യകർമ്മങ്ങളിലേക്കൊന്ന് ഒരുങ്ങി പുറപ്പെടുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് റമദാനുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ, ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് കൂടുതലായി പഠിക്കാനുണ്ട്. തുടർന്നുള്ള ഖുതുബകളിൽ നമുക്ക് അത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ, പോരായ്മകൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഈ വരുന്ന റമളാൻ മാസം അതിൻ്റെ എല്ലാ നന്മകളോടും കൂടി അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും നീക്കിത്തരണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഭീഷണികളും തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. ലോകത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.